ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുട്ടാണ് കേട്ടോ. ഇന്ന് നമുക്ക് പുട്ടും ബീഫ് കറി ആയിരുന്നു. അപ്പോൾ പുട്ടുണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെങ്ങോട്ട് ഒന്ന് കാണിക്കാൻ കരുതി. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അരിപ്പൊടി എടുക്കുക. അതിനകത്തേക്ക് ഉപ്പുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ആവരുത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മറ്റേ പൊടി കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം മിക്ക വീടുകളിലും പുട്ടുപൊടി ആക്കിയെങ്കിലും നമ്മളിവിടെ എന്നും പൊടി നനച്ചാട്ടോ പുട്ടുണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ നമ്മൾ ചിലവർ വാട്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചുണ്ടാക്കാറുണ്ട്. നമ്മൾ അതുപോലെ ഉണ്ടാക്കാറില്ല. അന്നേരമൊക്കെ വേറെ ടേസ്റ്റ് ആവും പുട്ടിന്. വാട്ടച്ചോവയാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിച്ചാൽ. ഇങ്ങനെ പുട്ടുപൊടി ഏകദേശം നനച്ച് കഴിയാറായിട്ടുണ്ട്. ഇതാട്ടോ പുട്ടുപൊടിയുടെ പാകം. ഒരു പിടി കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അടർത്തി വെക്കുക. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാണ്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം പുട്ടുപൊടി കൃത്യമായി. എന്നിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് തേങ്ങയൊക്കെ ഇട്ട് പൊടിയിട്ട് കൊടുക്കുക. ആവി വരുമ്പോൾ ഒരു 10-25 സെക്കൻഡ് ആവി വന്നാൽ മതി. അപ്പോഴത്തേക്കും റെഡിയാവും.